ഹലോ, നമ്മൾ പൈനാപ്പിൾ ഇട്ട് മത്തിക്കറി വെക്കാൻ പോണേ കേട്ടോ. ഇതാരെങ്കിലും ചെയ്തിട്ടുണ്ടോയെന്നൊന്നും എനിക്കറിഞ്ഞൂടാ. എനിക്ക് തോന്നി ഞാൻ ചെയ്യുന്നു. അപ്പം നമുക്ക് ഇതെങ്ങനെയാണ് വെക്കേണ്ടതെന്ന് നോക്കാം. ഇതിന് വേണ്ട സാധനങ്ങൾ: പൈനാപ്പിൾ, മത്തി, പിന്നെ പച്ചമുളക്, സവാള, ഉള്ളി രണ്ടും എടുത്തിട്ടുണ്ട്. പിന്നെ ഒരു വെളുത്തുള്ളി, ഇഞ്ചി പേസ്റ്റ്, വേപ്പില. ഇത് നമ്മൾ ഏത് പാത്രത്തിലാണ് വെക്കണത് ആ പാത്രത്തിലേക്ക് വെളിച്ചെണ്ണ ഒഴിച്ച് വാട്ടിയെടുക്കുക. ചെറുതായിട്ടൊന്ന് വാടി വരുമ്പോൾ തന്നെ നമ്മളതിലേക്ക് ഉപ്പിട്ട് കൊടുക്കാം. ശേഷം മഞ്ഞൾപ്പൊടി ഇട്ട് കൊടുക്കാം, മല്ലിപ്പൊടി ഇട്ട് കൊടുക്കുക. എൻ്റെ സ്പൂൺ ഇതായതുകൊണ്ട് ഞാൻ അളവിലാണ് ഇടുന്നത്. പിന്നെ മുളക് പൊടി, കുരുമുളക് പൊടി ആവശ്യത്തിന് ഇട്ട് കൊടുക്കുക. അതൊക്കെ ഓരോരുത്തരുടെ എരിവിനനുസരിച്ച് ഇട്ട് കൊടുത്തോ, കുഴപ്പമില്ല. പിന്നെ നമ്മൾ കാശ്മീരി മുളക് പൊടി ഇട്ടിട്ടുണ്ട്. അത് ഇട്ടെന്ന് കാണിക്കാൻ മറന്നുപോയി, അതുകൊണ്ട് ഞാൻ ഇപ്പോൾ കാണിക്കുകയാണ്. എന്നിട്ട് ഇളക്കി പച്ചമണം പോണ വരെ ഇതാക്കാം. ഒരു പുളി ഞാൻ കൂത്താനിട്ടിട്ടുണ്ടായി, കഴുകിയിട്ട് ആ വെള്ളത്തേപ്പടി ഒഴിച്ചു കൊടുത്ത് മിക്സ് ചെയ്യുക. നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തിട്ട് ഇപ്പം നമ്മൾ തീ കൂട്ടിയിട്ടേക്കണേ കേട്ടോ. ഒന്ന് ചെറുതായിട്ട് തിളച്ച് വരുമ്പോൾ തന്നെ നമ്മൾ പൈനാപ്പിൾ ഇതേപോലെ അരിഞ്ഞ് ഇടാം. ഒന്നും കൂടെ കട്ട് ചെയ്താണ് കേട്ടോ, കാരണം കുറച്ച് മത്തിയല്ലേ ഉള്ളൂ. അതുകൊണ്ട് ഒന്നും കൂടെ കട്ട് ചെയ്തിട്ട് നമ്മൾ ഇത് നന്നായിട്ട് തിളച്ച് വരുമ്പോൾ നമ്മൾ നമ്മുടെ മത്തിക്കുട്ടനെ അങ്ങോട്ട് ഇട്ട് കൊടുക്കണം. എന്നിട്ട് യോജിപ്പിക്കുക, നന്നായിട്ട് ഇളക്കി യോജിപ്പിക്കുക. ഈ സമയത്ത് തീ കൂടിക്കിടക്കുകയാണ്, കൂട്ടിയിട്ട് തന്നെ ഇളക്കിക്കോ. നന്നായിട്ട് തിളച്ച് വരുമ്പോൾ, അതായത് ഒരു ഇതായി കഴിയുമ്പോൾ നമ്മൾ മൂടി വെക്കണം. മൂടി വെച്ച് തീ കുറച്ചിട്ട് വേവിക്കുക. ശേഷം ഒരു കുറച്ച് നേരം കഴിഞ്ഞപ്പോൾ ഞാൻ തുറന്ന് നോക്കിയതാണ്. അപ്പോൾ എല്ലാം നന്നായിട്ട് വെന്തിട്ടുണ്ട്. തുറന്നപ്പോൾ തന്നെ നല്ല സ്മെല്ലായിരുന്നു കേട്ടോ. പൈനാപ്പിൾ വെന്ത മണമൊക്കെ ഒരു പ്രത്യേക മണം വരുന്നു. ചാറൊക്കെ നന്നായിട്ട് കുറുകിയിട്ടുണ്ട്, കണ്ടാലറിയാം അടിപൊളിയാണെന്ന്. ഇനി നമുക്ക് ഇത് നീക്കി വെക്കാം. എന്നിട്ട് ചോറെടുത്തിട്ട് നമുക്ക് എന്ത് ചെയ്യണം, മിക്സ് ചെയ്യണ്ടേ ഇതൊക്കെ എല്ലാം കൂടെ നമുക്ക് കഴിക്കണ്ടേ. ചോറെടുത്തിട്ട് മത്തി കുറച്ചെന്ന് പറഞ്ഞാൽ ഞാൻ ഒരു കഷ്ണം എടുത്തിട്ട്, ഒരു മത്തി എടുത്തിട്ട് പൈനാപ്പിൾ ചാറൊക്കെ കൂടി എടുത്തിട്ട് ഇട്ട്. ശേഷം നമ്മൾ പൈനാപ്പിൾ കൊണ്ട് മോര് കറി വെച്ചിട്ടുണ്ടായി, അതൊരു സൈഡിൽ ഒഴിക്കുന്നുണ്ട്, അവിടെ ഇരുന്നോട്ടെ, ഞാൻ കാണിച്ചു തരാം. എന്നിട്ട് നമ്മൾ ഇത് കുഴക്കണ്ടേ, സൈഡിലേക്ക് മാറ്റി വെക്കാം. കുറച്ച് ചോറ് അങ്ങോട്ട് എടുത്തിട്ട് പൈനാപ്പിൾ, മത്തി, ആ ഗ്രേവി എല്ലാം കൂടെ അങ്ങോട്ട് കുഴക്കണം. പൈനാപ്പിളൊക്കെ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ. പിന്നെ അതൊരു കഷ്ണം അതിൽ നിന്ന് എടുത്തിട്ട് അതിൻ്റെ കൂടെ മിക്സ് ചെയ്യാനാണ്. അടിപൊളി ടേസ്റ്റായിരുന്നു. എല്ലാവരും